തിയേറ്ററുകളിലൊക്കെ ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് അനുരാജ് മനോഹർ ഇഷ്ക് എന്ന സിനിമയ്ക്ക് ശേഷം സംവിധാനം ചെയ്ത ടൊവിനോ നായകനായെത്തിയ നരിവേട്ട. ടൊവിനോ, ചേരൻ, ഒപ്പം തന്നെ സുരാജ് വെഞ്ഞാറമൂട് തുടങ്ങിയവർ അഭിനയിച്ച സിനിമ ഒരു ഇമോഷണൽ ഡ്രാമ സിനിമയാണ്. ഇപ്പോഴത്തെ സിനിമയുടെ ആദ്യ ഷോയ്ക്ക് ശേഷമുള്ള ആദ്യ അഭിപ്രായങ്ങൾ വന്നു തുടങ്ങിയിരിക്കുകയാണ്. അത് പ്രകാരം സിനിമയുടെ പ്രിവ്യൂ റിപ്പോർട്ട്സ് സൂചിപ്പിച്ചതുപോലെ തന്നെ സിനിമ പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുക്കുന്ന ഒരു കാഴ്ചയാണ് ആദ്യ ഷോയ്ക്ക് ശേഷം കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ മുത്തങ്ങയിൽ നടന്ന യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ഈ സിനിമ പോലീസ് ഇമോഷണൽ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത്. ആദ്യ പകുതി സ്ലോ പേസ് ആണെങ്കിൽ പോലും രണ്ടാം പകുതിയിലേക്ക് എത്തപ്പെടുമ്പോൾ സിനിമ ആദ്യ പകുതിയേക്കാൾ മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുക്കുകയും അതോടൊപ്പം തന്നെ ക്ലൈമാക്സിന് മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുക്കുകയും ടൊവിനോയുടെ കഥാപാത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ കൂടി വന്നപ്പോൾ ആകെ മൊത്തത്തിൽ നരിവേട്ട പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ടൊവിനോയുടെ കരിയറിലെ തന്നെ മികച്ച പ്രകടനങ്ങളിൽ ഒന്നാണ് നരിവേട്ടയിൽ എന്നാണ് പ്രധാനപ്പെട്ട അഭിപ്രായം. ടൊവിനോയോടൊപ്പം തന്നെ ചേരന്റെയും അതോടൊപ്പം തന്നെ സുരാജിന്റെയും പ്രകടനത്തിന് മികച്ച അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആകെ മൊത്തത്തിൽ പൊളിറ്റിക്സും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ആശയപരമായ സിനിമകൾ പങ്കുവയ്ക്കുന്ന സിനിമകൾ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും നരിവേട്ട വർക്കാകുമെന്ന് തന്നെയാണ് ആദ്യ ദിവസത്തെ അഭിപ്രായങ്ങൾ നോക്കുമ്പോൾ വ്യക്തമാകുന്നത്. ജെയ്ക്സ് ബിജിയുടെ ബീജിയും ഒപ്പം തന്നെ സിനിമയുടെ ടെക്നിക്കൽ മികവ്, മേക്കിംഗ് എല്ലാം കൂടി മികച്ച അഭിപ്രായങ്ങൾ കൂടി വന്നതോടെ ആകെ മൊത്തത്തിൽ നരിവേട്ട പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുത്തിരിക്കുന്നു. ഇനി നാം ഉറ്റുനോക്കുന്നത് സിനിമയുടെ ബോക്സ് ഓഫീസിലേക്കാണ്. അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന സിനിമയ്ക്ക് ശേഷം വന്ന ടൊവിനോയുടെ അടുത്ത പോലീസ് കഥാപാത്രം കൂടിയാണ് നരിവേട്ടയിലേത്. കാത്തിരിക്കൂ, നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായ നരിവേട്ട ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.